ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SCERTയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ന്യൂ SCERT സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ SCERTയുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ന്യൂ SCERT ചാപ്റ്റേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത ക്ലാസ്സുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ വരും. ഇപ്പോൾ നമ്മൾ പഴയ SCERT പാഠഭാഗത്തു നിന്നും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഇനി തീർത്ത് പോകാൻ പോവാണ്. അപ്പോൾ രണ്ട് SCERTയും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പോകണം. ന്യൂ SCERT മാത്രമേ ഇനി ചോദിക്കുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. രണ്ടും നല്ല രീതിയിൽ തന്നെ ചോദ്യം വരും. ഇപ്പോൾ അടുത്ത് നടന്ന ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, രണ്ടിൽ നിന്നും ഈക്വൽ ആയിട്ട് തന്നെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ പഴയ SCERTയും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ പുതിയ SCERTയും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ വാട്സപ്പ് ബാച്ചിൻ്റെ കാര്യം നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാട്സപ്പ് ബാച്ച് നമ്മൾ ഈ ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടി, അതായത് ഓഗസ്റ്റ് 31 കൂടി നമ്മൾ ഈ ബാച്ച് ക്ലോസ് ചെയ്യും. കമ്പനി ബോർഡ് LGS, VFA അതുപോലെ തന്നെ ബെൽക്കോ LDC പോലുള്ള എക്സാമുകൾക്കാണ് നമ്മൾ ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഇത് നമ്മൾ ജനറൽ ടൈപ്പ് ആയിട്ടാണ് PSC എടുത്തു പോകുന്നത്. അപ്പോൾ വേറെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് മാത്രം ഉണ്ടാവില്ല, ബാക്കി നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളെല്ലാം അവിടെ ലഭിക്കും. അത് കറണ്ട് അഫയേഴ്സ് ആയാലും പിന്നെ അതുപോലെ തന്നെ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എല്ലാം അവിടെ ലഭിക്കും. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും അഡ്മിഷൻ എടുക്കുന്നതല്ല, അഡ്മിഷൻ അതോടുകൂടി നിർത്തും. അതായത് ഓഗസ്റ്റ് 31 കൂടി നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നമ്മൾ വാട്സ്ആപ്പ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളുടെയും PDF പിന്നെ അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും നമുക്ക് കവർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് പോയിന്റ്സ് നോക്കാം. ആദ്യം, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? സതി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കിക്കൊണ്ട്, അല്ലെ, സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദ്യം വരും. പഠിച്ചു വെച്ചോ, അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഒരുപക്ഷെ ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ള മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്നാണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്? ആരാണെന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. പക്ഷെ എന്നാണെന്നൊരു ചോദ്യം വരില്ലേ? പഠിച്ചു വെച്ചോ, 1829 ഡിസംബർ 4-നാണ്. 1829 ഡിസംബർ 4-നാണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരാണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഓക്കെ, ഓരോ പ്രമുഖന്മാരെ നമുക്ക് പഠിക്കാണ്ട്, അല്ലെ, ഓരോ ബ്രിട്ടീഷുകാരെ പറ്റിയിട്ടും ഒരുപാട് ആളുകളെ പറ്റി നമുക്ക് പഠിക്കാണ്ട്. കുറേ ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരെയും പഠിച്ചു പോവുക. കേഴ്സൺ പ്രഭു നമുക്ക് പഠിക്കാണ്ട്, അതുപോലെ തന്നെ ഡൽഹൌസി പ്രഭു പഠിക്കാണ്ട്, അല്ലെ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. പിന്നെ അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905-ലാണ്. പഠിച്ചു വെക്കുക. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് പഠിക്കാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലിൻലിത്കോ പ്രഭുവാണ്. ലിൻലിത്കോ പ്രഭു, അല്ലെ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത്. പുത്രിക രാജ്യ പദവി, അല്ലെ, നമ്മുടെ ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചതാണ്, അല്ലെ. എന്താണ്? ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റിലാണെന്ന് നമുക്കറിയാം. ഏത് വർഷം ഓഗസ്റ്റിലാണ്? 1940 ഓഗസ്റ്റ് 8-നാണ് ലിൻലിത്കോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. പിന്നെ നമുക്ക് പഠിക്കാണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദ്യം വരാറുണ്ട്. അതാരാണ്? ക്ലമന്റ് ആറ്റ്ലിയാണ്. ക്ലമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ നമ്മുടെ ക്ലമന്റ് ആറ്റ്ലിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്? സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, സതി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്, സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്നൊക്കെ ചോദ്യം വന്നാൽ അത് വില്യം ബെന്റിക് പ്രഭുവാണ്. 1829
ഡിസംബർ 4-നാണ്. ഡിസംബർ 4-നാണ് 1829 ഡിസംബർ 4-നാണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സതി നിർത്തലാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദ്യം വരും. ഇത് കണ്ടോ, സതി നിരോധനത്തിന് ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് സതി നിർത്തലാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ചത്. അപ്പൊ സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് വില്യം ബെന്റിക് പ്രഭു. സതി നിർത്തലാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്താണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരെന്ന് ചോദ്യം വരും. അത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1828-ലാണ് ബ്രഹ്മസമാജം രൂപീകരിച്ചത്. 1828-ലാണ്. എന്നാൽ ആദ്യം അതിന്റെ പേരെന്തായിരുന്നു അറിയോ? ബ്രഹ്മസഭ എന്നായിരുന്നു പേര്. പിന്നീട് ബ്രഹ്മസമാജമായി മാറിയത് 1830-ലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പക്ഷെ ബ്രഹ്മസമാജം രൂപീകരിച്ചത് എപ്പോഴും നമുക്കൊരു ചോദ്യം വന്ന് അതിൽ ഓപ്ഷൻ 1828 കണ്ടാൽ അതാണ് ഉത്തരം. ഓക്കെ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828-ലാണ്. പക്ഷെ ആദ്യകാല പേരെന്താന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നീട് അത് ബ്രഹ്മസമാജമായി മാറി. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1828 രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? ഇമ്പോർട്ടന്റ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. 1828-ലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1830-ലാണ് അത് ബ്രഹ്മസമാജമായി മാറിയത്. ആദ്യകാല പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. ഓക്കെ, പിന്നെ സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. എപ്പോഴാണ്? 1829 ഡിസംബർ 4-നാണ്. 1829. ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ 1829 ഡിസംബർ 4-നാണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. അതുവരെ ക്ലിയർ ആയി. അടുത്തത് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ചോദിച്ച രാജാറാം മോഹൻ റോയ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരെന്നുള്ളത്. അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക ആരുടെ വാക്കുകളാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വാക്കുകളാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്ങളിലേക്ക് മടങ്ങുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരെന്ന് ചോദ്യം വന്നാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കണമല്ല, നമ്മുടെ മക്കളെ നമ്മൾ ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്കൊക്കെ മക്കൾ ഉണ്ടാവില്ല. അപ്പൊ മക്കളെയൊക്കെ ചെയ്യില്ല. എന്താണ് മക്കൾ ഇങ്ങനെ പഠിച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലും കൊഞ്ചി കുഴയാൻ വേണ്ടി ഇങ്ങനെ അടുക്കളയിലേക്ക് വരുമ്പോൾ പോയിരുന്ന് പഠിക്കണം എന്ന് പിന്നെയും പറയും. അപ്പൊ എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങാനാ പറയുന്നത്. എന്താ? ഒരു ദയയില്ല. നമ്മുടെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്താണ്? അതെന്തുകൊണ്ടാണ്? ഒരു ദയ ഇല്ലാത്തത് കൊണ്ടാണ്. ദയ. അപ്പൊ എന്താ പറയുന്നത്? അടുത്ത് വന്ന് നിന്നതും സമയം കളയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? തിരിച്ച് പഠിക്കാൻ പോ. അതെന്തിനാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ദയയില്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ വേദങ്ങളിലേക്ക്, ഡൗട്ട് വരാതിരിക്കാനാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയും ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദനുമാണ്. അപ്പോൾ ഒരു ദയയില്ല എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദയാനന്ദ സരസ്വതി. ഒരു ദയയില്ല. വേദങ്ങളിലേക്ക് മടങ്ങാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ദയയും ഇല്ല എന്നാലോചിക്കുക. നമ്മുടെ കുട്ടികളെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലം ആലോചിക്കുക. അപ്പോഴാണെങ്കിലും അമ്മ എന്താ പറയുക? പോയിരുന്ന് പഠിക്കടാ അറിയൂല്ലേ? അപ്പൊ അത് ആലോചിച്ച് വെച്ചാൽ പോയിരുന്ന് പഠിക്കുക എന്നാലോചിച്ചാൽ എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങാനാണ് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി.
ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യസമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചിട്ടുള്ളത്? ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇമ്പോർട്ടന്റ് ആണ്. ആര്യസമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. എന്താണ്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദ്യം വന്നാൽ അത് ജ്യോതിറാവു ഫൂലെയാണ്. അപ്പൊ അതുവരെ ക്ലിയർ ആണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വരും. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. സത്യശോധക് സമാജ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇപ്പൊ ഏത് പഠിച്ചു? സത്യശോധക് സമാജം ആരാണ്? ജ്യോതിറാവു ഫൂലെ. സത്യശോധക് സമാജ്. ആലോചിച്ച് വെക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, സത്യശോധക് സമാജാണ്. ഈ സത്യയും ഈ ഫൂലെയും തമ്മിൽ കണക്ട് ചെയ്യുക. സത്യം പറയടാ ഫൂലെ എന്ന് പറയില്ലേ? നമുക്ക് പോലീസ് സിനിമകളിലൊക്കെ ഉണ്ടാവും. സത്യം പറയടാ ഫൂലെ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഫൂലെ, സത്യം പറയടാ ഫൂലെ എന്നല്ലേ. ആരെങ്കിലും നമ്മളോട് നുണ പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലായിരിക്കും സത്യം പറയടാ ഫൂലെ എന്ന്. അത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സത്യാന്ന് കണ്ട ഇവിടെ ആരാണ്? ഫൂലെയാണ് നമ്മുടെ ഉത്തരം. അപ്പോ സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെ. ഓക്കെ, ജ്യോതിറാവു ഫൂലെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. സത്യശോധക് സമാജം കിട്ടി. ആര്യ സമാജം സ്ഥാപിച്ചത് ആരെന്നും കിട്ടി. ആര്യ സമാജമാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും ചോദ്യം വരും. ഓക്കെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. എന്തൊക്കെയാണ് സ്ഥാപിച്ചത്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒന്ന് ആര്യ മഹിളാ സഭ. അപ്പൊ ആര്യ മഹിളാ സഭയുടെ സ്ഥാപക ആരെന്ന് ചോദ്യം വന്ന ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഓക്കെ. ഒരുപാട് ഓപ്ഷൻസ് കാണും. ആനി ബസന്റ്, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, പലതും കാണും. തെറ്റിക്കരുത്. എന്താണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. ഇത് സ്ഥാപിച്ചത് ആരാണ്? അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അപ്പോ മുഹമ്മദ് അഹമ്മദ്. ഓക്കെ. മുഹമ്മദ് വെച്ച് കണക്ട് ചെയ്യുക. അഹമ്മദ് വെച്ച് കണക്ട് ചെയ്താൽ മതി. എന്റെ പേര് അൻഫാസ് അഹമ്മദ് എന്നാണ് കേട്ടോ. അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അഹമ്മദ് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ. മുഹമ്മദ്. അപ്പോ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിൽക്കാലത്ത് എന്ത് പേരിലാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാല. അപ്പൊ ചോദ്യം വരും, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകളാണ്? അത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ്. എന്താണ് പറഞ്ഞത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകൾ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അറിഞ്ഞു വെച്ചോ. മഹത്തായ 2 വ്യവസ്ഥകളായ ഒന്ന് ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു, ഇതൊന്ന് പഠിച്ചു വെച്ചോ, ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ആരാണ്? സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുക. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. സത്യശോധക് സമാജ് ആരാണ്? സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ
ദയാനന്ദ സരസ്വതി. പിന്നെ ഏതാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്? ബ്രഹ്മ സമാജം. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കണം. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വന്ന സ്വാമി വിവേകാനന്ദനാണ്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ്? വിവേകാനന്ദനാണ്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, ഇത് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1885 ഡിസംബർ 28-നാണ്. 1885 ഡിസംബർ 28. ഡേറ്റ് ഉണ്ടാവുമല്ലോ. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. വർഷം പഠിച്ചു വെച്ചോ. 1885 ഡിസംബർ 28. ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ചിട്ടാണ് കേട്ടോ. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ആദ്യ സമ്മേളനം നടന്നത്. എന്നാൽ ആദ്യ സമ്മേളനം നടക്കാനിരുന്നത് എവിടെയെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരും. പൂനെയിലാണ് നടക്കാനിരുന്നത്. പൂനെയിലാണ് നടക്കാനിരുന്നത്. ഓക്കെ, പൂനെയിലാണ് നടക്കാതിരുന്നത്. എന്തുകൊണ്ടാണ് മാറ്റിയത്? അവിടെ പ്ലേഗ് ബാധിച്ചത് കൊണ്ട് പൂനെയിൽ നിന്ന് മാറ്റി ബോംബെയിലേക്കാണ് മാറ്റിയത്. അപ്പൊ ആദ്യം നടക്കാനിരുന്നത്, ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം, നടക്കാനിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൂനെയിലും, നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബോംബെയിലുമാണ്. അപ്പൊ എന്നാണ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28. INCയുടെ ആദ്യ അധ്യക്ഷൻ ആരാ? INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജിയാണ്. WC ബാനർജിയാണ് ആദ്യ അധ്യക്ഷൻ. ഓക്കെ, INCയുടെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ WC ബാനർജിയാണ്. അപ്പൊ പഠിച്ചു വെക്കണേ. INCയുടെ ആദ്യ അധ്യക്ഷൻ 1885 INCയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? WC ബാനർജിയാണ്. WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 72 ആളുകളാണ് പങ്കെടുത്തത്. INCയുടെ ആദ്യ യോഗത്തിൽ എത്ര ആളുകളാണ്? 72 ആളുകളാണ് പങ്കെടുത്തത്. ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ, ഈ 72 ആളുകളിൽ നമ്മളൊരു മലയാളിയെ പഠിക്കാണ്ടല്ലോ. ആരാണ് ആ മലയാളി? ഈ 72 ആളുകളിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ഒരു അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി എന്നൊരു ചോദ്യം വരും. അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. പഠിച്ചു വെച്ചോ, ബാരിസ്റ്റർ GP പിള്ളയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി എന്ന് ചോദ്യം വന്ന ബാരിസ്റ്റർ GP പിള്ളയാണ്. എന്നാൽ INCയിൽ അധ്യക്ഷനായ ആദ്യ മലയാളി ആര് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് അല്ലെ. ചേറ്റൂർ ശങ്കരൻ നായരാണ് INCയിൽ അധ്യക്ഷനായ ആദ്യ മലയാളി. അപ്പൊ ഇവിടെ ബാരിസ്റ്റർ GP പിള്ളയുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. പിന്നെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാലും ബാരിസ്റ്റർ GP പിള്ളയാണ്. എപ്പോഴാണ് മലയാളി മെമ്മോറിയൽ നടന്നത്? 1891-ലാണ്. എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. പിന്നെ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എപ്പോഴും വരുന്ന ഒരു 2 ചോദ്യമുണ്ട്. ഒന്ന്, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിനാണ്. ഓക്കെ, ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ് എന്ത്? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഒക്കെ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഇവിടുന്ന് വേറൊരു ചോദ്യം കൂടി വരും. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരെന്ന് ചോദ്യം വരും. അത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. അപ്പോൾ ആദ്യത്തെ സമ്മേളനത്തിൽ, അതായത് INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം 72 ആണ്. അതിൽ പങ്കെടുത്ത ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ 72 ആളുകളാണ് പങ്കെടുത്തത്. INC രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ AO ഹ്യൂം ആണ്. ഓക്കെ, രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം. ഈ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യ സമ്മേളനത്തിൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാലും അദ്ദേഹമാണ്. ആദ്യ പ്രസിഡന്റ് ആണ് WC ബാനർജി. ആദ്യ സെക്രട്ടറി AO ഹ്യൂം ആണ്. അപ്പൊ അതും കൂടെ ഇവിടെ ഒന്ന് പഠിച്ചു വെക്കുക. INCയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. എന്നാൽ INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അപ്പൊ INCയുടെ മുമ്പുള്ള പേരെന്താന്ന് നമുക്കൊക്കെ ഡൗട്ട് വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായി അത് മാറി. മുമ്പ് എന്തായിരുന്നു പേര്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ച് പോകട്ടോ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും അതുപോലെ തന്നെ INCയിലെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ഏക മലയാളി ഒക്കെ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ,
ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളിയാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകൾ? WC ബാനർജിയുടെ വാക്കുകളാണ്. WC ബാനർജി, ആദ്യ അധ്യക്ഷനായ WC ബാനർജിയുടെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജി. അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ WC ബാനർജിയാണ്. ഓക്കെ, മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഏതാണ്? 1885 മുതൽ 1905 വരെയാണ്. 1905 വരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1885 മുതൽ 1905 വരെയാണ് കേട്ടോ. അപ്പൊ ഈ വാക്കുകൾ ആരുടെയാണ്? WC ബാനർജിയുടെയാണ്. INC രൂപീകരണത്തിന് മുൻകൈ എടുത്തത്. അപ്പൊ പോയിട്ട് WC ബാനർജി എന്ന് കറുപ്പിക്കരുത്. അതായത് INCയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? AO ഹ്യൂം ആണ്. INCയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാലും AO ഹ്യൂം ആണ്. ആദ്യ സമ്മേളനത്തിൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ AO ഹ്യൂമും പ്രസിഡന്റ് ആണ് നമ്മുടെ WC ബാനർജി. പങ്കെടുത്ത ആളുകളുടെ എണ്ണം, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72. അതിലുണ്ടായിരുന്ന ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. മിതവാദികളായ ദേശീയ നേതാക്കൾ ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരൊക്കെയാണ് ഏതാണ്? മിതവാദികളായ ദേശീയ നേതാക്കൾ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണെന്ന് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം എവിടെ നിന്നാണ് മനസ്സിലായല്ലോ? ഈ പാഠത്തിൽ നിന്നാണ്. ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ 72 എന്നുള്ള എണ്ണമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ INC രൂപീകൃതമായ വർഷം, ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരും. അപ്പൊ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവുമല്ലോ. PSC ഇത്രയും കാലം എഴുതിയത് വെച്ചിട്ട് ഒരുപാട് തവണ കണ്ടൊരു ചോദ്യമാവും. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? റിസ്ലെ ആണ് കേട്ടോ. റിസ്ലെ ആണ് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റിസ്ലെ. ഓക്കെ, ബംഗാൾ വിഭജനം നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു തോന്നുന്നു. കഴ്സൺ പ്രഭു ആണ് അല്ലെ? കഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടന്നത് 1905 ബംഗാൾ വിഭജനം നടത്തിയത് ആരാന്ന് ചോദ്യം വരും. ഇത് ചോദ്യം വരും. ഈ വർഷവും ചോദ്യം വരും. ഇതും ചോദ്യം വരും. ആരാണ്? കഴ്സൺ പ്രഭു ആണ്. 1905 ബംഗാൾ വിഭജനം. ഓർത്തു വെക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 10നെ 2ആക്കി വിഭജിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു കണക്ഷന് വേണ്ടിയിട്ട് 5 എന്നുള്ള ഒരു സംഖ്യ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. 1905 10നെ വിഭജിക്കുക. അപ്പൊ 5 ആവും. 10നെ 2ആയി വിഭജിച്ചാൽ 5 ആവും. അപ്പൊ ബംഗാൾ വിഭജനം 1905 ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന്. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലെ ആണ്. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ് അല്ലെ? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ് അല്ലെ? കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. നമ്മൾ നേരത്തെ പഠിച്ചു. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ആരാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ? അത് KP കേശവ മേനോനാണ് കേട്ടോ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോൻ. അപ്പൊ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. മറക്കില്ലല്ലോ, ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആയിരുന്നു ചോദ്യം വരാറുണ്ട്. എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലെയാണ്. ബംഗാൾ വിഭജനം ഇത് പഠിച്ചു വെച്ചോട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കഴ്സൺ പ്രഭുവാണ് നടത്തിയത്. 1905 അത്ര ക്ലിയർ ആയി. അപ്പൊ അടുത്ത് നോക്കാം. തീവ്ര ദേശീയതയുടെ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണ് ലാൽ ബാൽ പാൽ? നോക്കാം. ഒന്ന്, ലാല ലജ്പത് റായ്. ആദ്യത്തെ ആരാണ്? ലാല ലജ്പത് റായ്. പിന്നെന്താണ്? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അപ്പൊ എന്തൊക്കെയാണ്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ലാൽ ബാൽ
പാൽ. ഓക്കെ, ലാൽ ബാൽ പാൽ. കൂട്ടുകെട്ട് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, പിന്നെ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇദ്ദേഹമാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, പിന്നെ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതൊക്കെ ആരെയാണ്? ബാലഗംഗാധര തിലകിനെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പോ തീവ്രദേശീയതയുടെ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് ചോദ്യം വന്നാൽ കിട്ടുവേ. ലാൽ ബാൽ പാലിൽ പെടാത്തത് ആര് എന്ന് ചോദ്യം വന്നാൽ കിട്ടണം. ആരാണ്? ലാലാ ലജ്പത് റായ് ഉണ്ട്, ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്, ബാലഗംഗാധര തിലക് ഉണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഓക്കെ, സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906 ധാക്കയിലാണ് കേട്ടോ. ഇത് സ്ഥലം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ, എവിടെ വെച്ചിട്ടാണ് സ്ഥാപിച്ചതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ധാക്കയിലാണ്. ഓക്കെ, ധാക്കയിലാണ്. പിന്നെ ആരൊക്കെയാണ് സ്ഥാപിച്ചത്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും കൂടെയാണ് സ്ഥാപിച്ചത്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം 1906 എവിടെ വെച്ചിട്ടാണ്? ധാക്കയിൽ വെച്ചിട്ടാണ് സ്ഥാപിച്ചത്. ധാക്കയിൽ. INC-യിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം 1907 സൂററ്റ് സമ്മേളനം. ഇതാണ് സൂററ്റ് വിഭജനം എന്നറിയപ്പെടുന്നത് അല്ലെ. സൂററ്റ് വിഭജനം എപ്പോഴാണ്? 1907. ബംഗാൾ വിഭജനം 1905. ഓക്കെ, അപ്പോൾ മിതവാദികൾ ദേശീയവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം 1907 സൂററ്റ് സമ്മേളനമാണ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലകാണ്. പിന്നെ ആര് കൂടെ ഉണ്ട്? ആനി ബസന്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ച സ്ഥാപകർ എന്നാണ്. അപ്പൊ ബാലഗംഗാധര തിലകും ആനി ബസന്റ് ഉണ്ട് കേട്ടോ. ആനി ബസന്റ്. അപ്പൊ ചിലപ്പോൾ ഒരാളുടെ പേരെ തരുള്ളൂ. താഴെ തന്നിരിക്കുന്നത് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? ബാലഗംഗാധര തിലകാവും, അല്ലെങ്കിൽ ആനി ബസന്റ് മാത്രം ഉണ്ടാവും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് ബാലഗംഗാധര തിലക്, ആനി ബസന്റ്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം എപ്പോഴാണ്? 1893 കേട്ടോ. 1893. അപ്പൊ ചോദ്യം വരും, ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എപ്പോന്ന് ചോദ്യം വന്നാൽ 1893. നമ്മുടെ ചിക്കാഗോ സമ്മേളനം നടന്ന വർഷമാണ് 1893. നമ്മുടെ വില്ലുവണ്ടി യാത്ര നടന്ന വർഷമാണ് 1893. കേരളത്തിൽ വില്ലുവണ്ടി യാത്ര, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ വില്ലുവണ്ടി യാത്ര, പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയ വർഷമാണ് 1893. ആ വർഷമാണ് ആര്? ഐറിഷ് വനിത. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. അത്ര കാര്യങ്ങൾ ക്ലിയർ. ഓക്കെ, അടുത്ത നോക്കാം. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1916. ഇത് പഠിച്ചു വെച്ചോ. ഹോം റൂൾ പ്രസ്ഥാനം 1916. ഹോം റൂൾ പ്രസ്ഥാനം 1916 ആര് സ്ഥാപിച്ചത്? ആനി ബസന്റ് സ്ഥാപിച്ചത്. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനമാണ്. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഒരുപാട് സമ്മേളനങ്ങൾ നമുക്ക് INC-യുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാണ്ട് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. 1929 ഏതാണ് സമ്മേളനം? ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, 1929 ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം. അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്നാൽ നമ്മുടെ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനാണ് നെഹ്റു. ഓക്കെ, ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ നെഹ്റു ആണ്. പിന്നെയും ചോദ്യം വരാറുണ്ട്, ഐത്തോച്ചാടന പ്രമേയം അല്ലെ. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാന്ന് വെച്ചാൽ കാക്കിനഡ സമ്മേളനം. എപ്പോഴാണ്? 1923 കാക്കിനഡ സമ്മേളനം. 1923 കാക്കിനഡ സമ്മേളനം. ചോദ്യം വരാറുള്ളത് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നാണ്. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? 1923 TK മാധവൻ. ഈ TK മാധവൻ എന്താണ്? ഇതിന്റെ തൊട്ടടുത്ത വർഷം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. 1923 കഴിഞ്ഞാൽ 1924 എന്താണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. അതിന് നേതൃത്വം നൽകിയതും TK മാധവനാണ്. അപ്പൊ ആലോചിച്ചാൽ മതി, TK മാധവൻ അതിന് നേതൃത്വം കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വർഷം ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? TK മാധവനാണ്. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാണ്ടല്ലോ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹമാണ് NSSന്റെ സ്ഥാപകൻ, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. NSS സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. 1914 NSS സ്ഥാപിച്ചത്. 1914 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. പിന്നെയും INC-യിലെ സമ്മേളനങ്ങൾ പഠിക്കാണ്ട്.
ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ 1901 1901 ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത് 1901 സമ്മേളനമാണ്. പിന്നെ ലാഹോർ സമ്മേളനം ഞാൻ പറഞ്ഞല്ലോ 1929 പിന്നെ മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം അല്ലെ. അങ്ങനെ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ്? 1927 മദ്രാസ് സമ്മേളനം. ഓക്കെ, 1927 മദ്രാസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് എപ്പോഴാണ്? 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. ഒരുപാട് സമ്മേളനങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ആദ്യ വനിതാ അധ്യക്ഷ ആരായിരുന്നു? നമ്മുടെ ആദ്യ വനിതാ അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. 1917 ആനി ബസന്റ് അധ്യക്ഷയാവുന്നത്. ആദ്യ വനിതാ അധ്യക്ഷയാണ് ആനി ബസന്റ്. അപ്പൊ നമുക്ക് ചോദ്യം വരും, ആദ്യ ഇന്ത്യൻ വനിത, INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദ്യം വന്നാൽ അത് 1925 അല്ലേ? 1925 ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഓക്കെ, സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ INCയുടെ കുറച്ച് വർഷങ്ങളൊക്കെ നമുക്ക് പഠിക്കാണ്ട്. INCയുടെ ക്ലാസ് നമുക്ക് പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പൊ അതിൽ കുറേ വർഷങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാണ്ട്. ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകുന്നത് പോലെ എങ്ങനെയൊക്കെ നമുക്ക് ഒരു ക്ലാസ് സെറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകണമല്ലോ. ഇന്നിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഏകദേശം പഠിച്ചു പോയില്ലേ. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. പിന്നെ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. സത്യശോധക് സമാജ്, സത്യം പറയടാ ഫൂലെ എന്ന് ആലോചിച്ചാൽ ജ്യോതിറാവു ഫൂലെയാണ്. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. പിന്നെ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. അപ്പൊ ജസ്റ്റ് എല്ലാതും ഒന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ന് ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും PDF ഷെയർ ചെയ്ത് തരും. നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇടക്കൊന്ന് റിവൈസ് ചെയ്യാനെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം റിവിഷൻ ആയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനത്തെ PDF-കളൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഓടിച്ചു വിട്ടു പോകുക. അതിനായിട്ട് ഇങ്ങനെ സമയം കളയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വേഗം സ്പീഡിലാണെങ്കിലും ഒന്ന് ഓടിച്ചു വിട്ടു പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഇന്നത്തെ ക്ലാസ് പെർഫെക്റ്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞതുകൊണ്ട് തോന്നണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.